രാവിലെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലാരും ഉത്തരം പറഞ്ഞിട്ടില്ല, പക്ഷെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കേസ് വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലേ? ഒന്ന് പകരം എം പി ഉണ്ടാക്കണം, പിന്നെ കഷ്ടപ്പെട്ട് ജയിച്ച ആരെയെങ്കിലും ബലി കൊടുത്ത് അവിടെ മത്സരിച്ച് ജയിക്കണം. അപ്പോൾ രാജിവെക്കാൻ പറഞ്ഞാൽ ആരാകും 1000? ഇനി അങ്ങനെ ഒന്ന് നടന്നാൽ ഇപ്പൊ വോട്ട് ചെയ്തവർ തിരിച്ച് ചെയ്യില്ല എന്ന് ഉറപ്പുണ്ട്. വളരെ ഗൗരവകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതിൻ്റെ ഉത്തരം ആരും തന്നെ പറയാത്തപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ യാത്രകളെല്ലാം തന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള, കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് എത്ര വോട്ടുകൾ ലഭിക്കുമെന്നുവരേക്കും കൃത്യമായി അനലൈസ് ചെയ്ത രാഹുലിനെ പോലുള്ളൊരു വ്യക്തിയോടാകുമ്പോൾ അതിന് ഉത്തരം ലഭിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് രാഹുൽ ഗാന്ധി ആണെങ്കിലും AICC ആണെങ്കിലും കൃത്യമായിട്ടുള്ള ഡയറക്ഷനിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അത് നമുക്ക് മനസ്സിലായത് ഇതിലും വലിയ മാധ്യമങ്ങൾ ഇതിലും വലിയ രീതിയിൽ കോൺഗ്രസിനെ അടച്ചാക്ഷേപിച്ചത് എപ്പോഴാണ്? സ്ഥാനാർത്ഥി നിർണയ സമയത്താണ്. ഒരു പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ഒരു സമയം പോലും കൊടുക്കാതെ അവര് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് യോഗം കൂടി ഗ്രൂപ്പ് സംവിധാനങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും എല്ലാ നേതൃത്വവും കൂടെ കൂടിയിരുന്നിട്ടല്ലേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ നിയമിക്കുന്നത്. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് 4 പേരും 5 പേരും 10 പേരും ഒക്കെ ഉണ്ടായിരുന്നു. ആ 10 പേരുടെ പേരുകൾ വെട്ടിയിട്ടാണ് ഒരാൾ MLA ആയിട്ട് മത്സരിക്കാൻ പോകുന്നത്. ഒന്ന് ആലോചിക്കുക. 140 മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസ് അങ്ങനെ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ 2 ദിവസം ഒരാഴ്ച കൊണ്ട് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇതാ കോൺഗ്രസിൽ അടി നടക്കുന്നു, KC വേണുഗോപാലും നമ്മുടെ VD സതീശനും തമ്മിലടിക്കുന്നു, 2 പേരും കോളറി പിടിക്കുന്നു, കുത്തിന് പിടിക്കുന്നു, K സുധാകരൻ പാർട്ടിയുടെ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകുന്നു. എന്തെല്ലാമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത്. അവസാനം മാധ്യമങ്ങൾക്ക് പിന്നീടുള്ള സംശയം, അതായത് CPM-നേക്കാൾ മുന്നേ മറ്റേത് രാഷ്ട്രീയ പാർട്ടി മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്നതിനേക്കാൾ മുന്നേ UDF അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചില്ല. 140 സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിക്കുന്ന പാർട്ടി UDF അല്ലേ? CPM പോലും അവസാന നിമിഷം സ്ഥാനാർത്ഥിയുണ്ടോ എന്ന് പറഞ്ഞ് തെരുവോരം നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായില്ലേ? ആ ഒരവസ്ഥ പോലും സൃഷ്ടിക്കാതെ ഇവിടുത്തെ മാധ്യമങ്ങളാണ് കോൺഗ്രസിൽ എന്തോ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു വാർത്തയ്ക്ക് മൂല്യം കൂടുതലാണ്. CPM-ന്റെ ഒരു വാർത്തയും കോൺഗ്രസിന്റെ ഒരു വാർത്തയും, കോൺഗ്രസിൽ അടിപിടി നടക്കുന്നു എന്നൊരു വാർത്ത കൊടുക്കുമ്പോഴത്തേക്കും ജനങ്ങൾ ശ്രദ്ധിക്കുന്നു. കോൺഗ്രസിനെ എപ്പോഴും ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകൾ കിട്ടി അധികാരത്തിൽ വന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിനെ ജനങ്ങൾ അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിന്റെ പരിണിത ഫലമാണ്. ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ഒരിക്കലും ജനം കൈവിടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ്സുകാർ ഒന്നിച്ച് നിൽക്കണം. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും വിഭാഗീയത എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വന്ന 3 പേരുകളാണ്. അതിൽ 2 പേർ മത്സരിച്ചാണ്. ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് VD സതീശനും. 2 പേരും മത്സരിച്ചാണ്. മറ്റൊന്ന് KC വേണുഗോപാലിന്റെ പേരാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്ന പോലെ MP-മാർ ആരും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടെടുത്തത് AICC ആണ്. കേരളത്തിന്റെ സംഘടനാ സംവിധാനമോ കേരളത്തിന്റെ KPCC സംവിധാനമോ ഒന്നുമല്ല. AICC ആണ് കൃത്യമായിട്ട് പറഞ്ഞത് അത് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കും. കാരണം നിയമസഭയിൽ നിന്നും പാർലമെന്റിലേക്ക് പോകുന്നു, പാർലമെന്റിൽ നിന്ന് നിയമസഭയിലേക്ക് വന്നു, ചാടി പോകേണ്ട കാര്യമില്ല. പാർലമെന്റിൽ പോയവർ പാർലമെന്റിലേക്ക് തന്നെ പോകട്ടെ, നിയമസഭയിലേക്ക് പുതിയ ആളുകൾ മത്സരിക്കട്ടെ. ഇത് തന്നെയായിരുന്നു സ്റ്റേറ്റ്മെന്റ്. സുധാകരൻ എത്രയോ കലാപക്കുടി കാണിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ എത്രയോ ചെറുതാണ്, പാർട്ടി എത്രയോ വലുതാണ്, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ഞാനത് പാർട്ടിയെ അറിയിച്ചു, പാർട്ടി പറഞ്ഞു വേണ്ട, ഞാൻ പാർട്ടിക്കൊപ്പമാണ്. സുധാകരൻ പാർട്ടി വിടാൻ പോകുന്നു, സുധാകരൻ BJP-യിൽ ചേർന്നു, സുധാകരൻ ടാറ്റാ ബൈ ബൈ പറഞ്ഞു, സുധാകരൻ KC വേണുഗോപാൽ അവസാനം പറഞ്ഞത് ബൈ പാർട്ടി വിട്ടു. എന്തൊക്കെയായിരുന്നു? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? 102 സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വന്നില്ലേ? ഇപ്പോഴും മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ KC വേണുഗോപാൽ വരാൻ പോകുന്നു, VD സതീശൻ വരാൻ പോകുന്നു, VD സതീശൻ കലാപക്കുടി ഉയർത്തി, VD സതീശൻ പരവൂരിലേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകും, മന്ത്രിസ്ഥാനമൊന്നും വേണ്ട. ഇതെല്ലാം മാധ്യമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഏതെങ്കിലും നേതാക്കന്മാർ വന്നിട്ട് പരസ്യമായിട്ടൊരു മറുപടി പറഞ്ഞോ? ഇല്ല. പരസ്യമായിട്ട് മറുപടി പറയാമെങ്കിലും ഒക്കെ തമ്മിൽ തല്ലാണ്. ഇപ്പോഴും ഓരോ നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്?
ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാർ വിജയിച്ചതിന് ശേഷം, അത് മെയ് ആദ്യ വാരമാണ് വിജയിച്ചത്, അതിനുശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത്? ഈ ചോദ്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതിനുള്ളിൽ വളരെ ഗൗരവകരമായ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ രണ്ടാമത്തെ ചോദ്യം, പകരമാര് എന്താണെങ്കിലും ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ രാജിവെപ്പിച്ച് മാത്രമേ നമുക്ക് ശരി നമുക്കറിയാം. അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടെ അധികാരത്തിൽ വരാനുള്ള സീറ്റോടെ UDF വിജയിച്ചു. UDFന് മുഖ്യമന്ത്രിയായിട്ട് KC വേണുഗോപാൽ വരികയാണെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നു. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് അദ്ദേഹത്തിന്റെ യോഗ്യത തെളിയിക്കണം. ഇതാണല്ലോ കാര്യം. ഇവിടെ KC വേണുഗോപാൽ വരുമെന്ന് ഒരു AICC നേതൃത്വവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ എന്താണ് സത്യത്തിൽ ചെയ്തത്? 140 MLA-മാർ മത്സരിച്ച MLA-മാർ, അതേപോലെ തന്നെ വിജയിച്ച 102 MLA-മാർ ഇവരുടെ അഭിപ്രായം സ്വരൂപിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഇവർ അഭിപ്രായം സ്വരൂപിക്കുന്നത്? ഒരു മുഖ്യമന്ത്രിയാകാൻ ഇപ്പൊ 102 പേരും പിന്തുണച്ചില്ലെങ്കിലല്ല KC വേണുഗോപാൽ ആവുകയാണ്. 102 പേരും അംഗീകരിക്കുന്നില്ല. പക്ഷെ KC വേണുഗോപാലിനെ കൊണ്ടുവെക്കുകയാണ്. വലിയ പ്രതിസന്ധി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോ അതേപോലെ തന്നെയാണ് നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അത് ചോദിക്കുന്ന ഒരു ജനാധിപത്യമല്ലേ? നിങ്ങൾക്ക് ആരെ തെരഞ്ഞെടുക്കാൻ ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടുക എന്ന് പറയുന്നത് പോലും വലിയ കാര്യമാണ്. CPM നടക്കുമോ ഇങ്ങനൊരു ചർച്ച? CPM എന്തെങ്കിലും നടക്കില്ല. അവിടെ ഞങ്ങൾക്ക് പിണറായി വിജയനെ വേണ്ട, ഞങ്ങൾക്ക് ഇന്നയാളെയാണ് വേണ്ടത് എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം അവിടെ പൊളിറ്റ് ബ്യൂറോ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ പൊളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് പിണറായിയുടെ കുടുംബം എന്ന് പറയുന്നവരാണ്. ഞാനും അപ്പനും സഹോദരിയും കൂടിച്ചേരുന്ന ട്രസ്റ്റ് എന്ന് പറയുന്നവരാണ്. ഇതിലും വലിയ കലാപക്കൊടി ഉയർത്തിയ ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. എന്താണ് VS അച്യുതാനന്ദന്റെ പേരിൽ അധികാരത്തിൽ വന്നിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രി ആക്കാൻ പോകുമ്പോൾ ഇവിടെ കലാപക്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു പറ്റം ആളുകൾ, VS അച്യുതാനന്ദനെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇവിടെ സമരം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? പോളിറ്റ് ബ്യൂറോ തിരുത്തിയോ? ഇല്ലില്ല. അതിനു മുന്നേ VS-നെ മത്സരിപ്പിക്കുന്നില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പോളിറ്റ് ബ്യൂറോ ഒന്നടക്കം VS-നെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം എന്താണ് സംഭവിച്ചത്? അവസാനം കേരളം മൊത്തത്തിൽ കലാപക്കൊടി കാണുന്ന സമയത്ത് പോളിറ്റ് ബ്യൂറോക്ക് തിരുത്തേണ്ടി വന്നു. അപ്പോ അതാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അവസാനം വരെ ഞങ്ങൾ ചർച്ച ചെയ്യും, അവസാനം AICC ഒരാളെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അയാളായിരിക്കും ഞങ്ങളുടെ മുഖ്യമന്ത്രി. ഇതെല്ലാവരും പറയുന്നുണ്ട്. ആരെങ്കിലും ഒഴിഞ്ഞു മാറുന്നുണ്ടോ? ഇല്ല. അവസാനം വരെ AICC-യിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. അതെന്തുകൊണ്ടാണ്? ഈ തെരഞ്ഞെടുപ്പിൽ നമ്മള് MP-മാരും പാർലമെന്റിലേക്ക് മത്സരിച്ച ആരും മത്സരിക്കേണ്ട എന്നുള്ള നിലപാടെടുത്ത AICC-ആണ്. ആ നിലപാട് തിരുത്താൻ AICC മുന്നോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോ KC വേണുഗോപാലും പിന്തുണയുണ്ടെന്നേ. അദ്ദേഹമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ വില കുറച്ചോ ചെറുതാക്കിയോ PD സതീശനെ ആണ് വലുത് എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം ഓടിക്കണമെങ്കിൽ പണം വേണമായിരുന്നു. ആ പണം കണ്ടെത്തി കൊടുത്ത ഒരാളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. സംഘടനാ സംവിധാനം അടിത്തട്ടിൽ വേണമായിരുന്നു, അത് ഉണ്ടാക്കി കൊടുത്ത ഒരാളാണ് KC വേണുഗോപാൽ എന്ന് പറയുന്നത്. KC വേണുഗോപാൽ മാത്രമാണ് എന്നല്ല ഞാൻ പറയുന്നത്, അയാളും ഒരു ഭാഗപാത്രമായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ചെറുതാക്കി കാണരുത്. ഇപ്പൊ VD സതീശൻ എന്തോ വലിയ ബിംബമാണ്, അങ്ങനെയല്ല. VD സതീശൻ കൃത്യമായി പണിയെടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ആരും പറയില്ല. അദ്ദേഹം നല്ലൊരു പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അനാലിസിസ് ആയിരുന്നു 102 സീറ്റുകൾ എന്ന് പറയുന്നത്. 100+ സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും, SDPയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് വേണ്ട, എല്ലാ നിലപാടുകളായിരുന്നു. ഒരു മത നേതാക്കന്മാരെയും കാലി പിടിക്കാൻ ഞാൻ പോകില്ല, ഇതെല്ലാം നിലപാടുകളായിരുന്നു. ഈ നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെ ഇതേ സംഘടനകളെല്ലാം VD സതീശനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ കണ്ടതല്ലേ? ഒരേ സമയം VD സതീശനെ എതിർക്കുന്നത് നമ്മൾ കണ്ടതല്ലേ? അപ്പോ യഥാർത്ഥത്തിൽ VD സതീശന്റെ നിലപാടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ നയം എന്ന് പറയുന്ന VD സതീശന്റെ ഒരു കാര്യമുണ്ട്. പിള്ളേർക്ക് മോഡിഫൈ ചെയ്യട്ടെ, അവർ വൃത്തിയായിട്ട് കൊണ്ടു നടക്കലേ. അതിൽ വോട്ട് ചെയ്ത എത്രയോ ആളുകളുണ്ടെന്നറിയാമോ? എനിക്കറിയാവുന്ന ആളുകളുണ്ട്. കാരണം യുവജനതയെ സംബന്ധിച്ച് പലർക്കും അരാഷ്ട്രീയപരമായിട്ട് വളർന്നു വരുന്ന പല യുവജനതയും ഇതിൽ UDF-ലേക്ക് കൊണ്ടുവരാൻ ആ ഒറ്റ പ്രസ്താവനയോട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാം പറയുമ്പോഴും ഇതെല്ലാം ചർച്ചാ വിഷയമായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയെ നമുക്ക് കുറച്ച് കാണാൻ കഴിയുമോ?
കഴിഞ്ഞ അതായത് ഇതിനു മുന്നേയുള്ള പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ VD സതീശൻ കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ വിവാദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. CPM ഏറ്റവും പ്രതിസന്ധിയിൽ കൊണ്ടുപോയ ഒരാളാണ്. CPM-നെതിരെ ഏറ്റവും വിമർശനം ഉന്നയിച്ച ഒരാളാണ്. ഇല്ലാത്തൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയ ഒരാളാണ്. അതായത് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് എല്ലാവരും അധികാരത്തിന്റെ പുറകെ പോയി. ഒരു സംഘടനാ സംവിധാനം പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടിയിൽ സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പോയില്ലേ. രണ്ടാമത്തെ ടീമിൽ MLA-മാർ കൂടുതൽ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരുന്നിട്ടും പാർട്ടി പറഞ്ഞപ്പോൾ, AICC പറഞ്ഞപ്പോൾ ഒഴിഞ്ഞു കൊടുത്ത് VD സതീശൻ കൊടുത്തൊരു നേതാവല്ലേ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. KC വേണുഗോപാലാണ് VD സതീശൻ അടുത്ത പ്രതിപക്ഷ നേതാവായി വരട്ടെ എന്ന് പറഞ്ഞ് VD സതീശനെ കൈപിടിച്ചു ഉയർത്തുന്നത് KC വേണുഗോപാലാണ്. അപ്പോ കഴിഞ്ഞ കാലങ്ങളൊന്നും ആർക്കും മറക്കാൻ കഴിയില്ല. രാഷ്ട്രീയ കേരളം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും AICC-യിലെ ജനങ്ങൾക്കെല്ലാം വിശ്വാസമുണ്ട്. അതുവരെ ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് അവരുടെ TRP റേറ്റിംഗിന് വേണ്ടിയിട്ട് ഉയർത്തിപ്പിടിച്ചു വെക്കുന്ന കുറച്ച് ബിംബങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഞായറാഴ്ച, അതായത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിട്ട് അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് AICC ഇവിടെ റിപ്പോർട്ട് തേടാനല്ലേ വന്നത്. ഈ റിപ്പോർട്ട് തേടാൻ വന്നപ്പോ ഇതാ ഇവര് KC വേണുഗോപാലിനെ പോണം, ഇവര് VD സതീശനെ പോണം. ഇവരുടെ നേതാക്കന്മാരല്ലേ. ഇപ്പോ കേരളത്തിൽ UDF-നെ സ്നേഹിക്കുന്ന 1000 ആളുകളുണ്ട്. ഈ 1000 ആളുകൾക്കും 1000 നേതാക്കന്മാരുണ്ടതേ. KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മാത്രമല്ല നേതാക്കന്മാർ. അതിനപ്പുറത്തേക്ക് 100,000 നേതാക്കന്മാരുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരു ജനാധിപത്യ സംവിധാനത്തെ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത്. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് AICC-ൽ നിന്നും ആളുകൾ വന്നത്. അപ്പോൾ എന്താണെങ്കിലും AICC-ക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട്. അതുകൊണ്ടാണ് MP-മാർ ആരും മത്സരിക്കണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വന്നത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് KC വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം.